യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരല്പസമയം നമ്മൾ ഒന്ന് ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കാൻ പോകുന്ന സമയമാണ് ഇത്. നിങ്ങൾ ഒരു ടിവിയുടെ മുന്നിൽ ഇരുന്ന് മറ്റെന്തെങ്കിലും പ്രോഗ്രാം ശ്രവിക്കുന്നത് പോലെ നിങ്ങൾ ഇതിനെ കാണല്ലേ. ഇത് സ്വർഗത്തിൽ എത്തുന്ന ഒരു ആരാധന ശുശ്രൂഷയാണ്. ദൈവത്തെ പാടി സ്തുതിക്കുന്ന മഹത്വമേറിയ ഒരു വലിയ ശുശ്രൂഷയിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ആകയാൽ ദൈവത്തിൻ്റെ പ്രിയജനമേ, നമുക്ക് സർവശക്തനായ ദൈവത്തെ ആരാധിക്കാം. ഞങ്ങളോടൊപ്പം നമുക്ക് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഇത് ആരാധനയുടെ സമയമാണ്. ആരാധനയുടെ സമയങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. ദൈവത്തെ ആര് പാടി ആരാധിക്കുന്നു, ആ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും. ഈ മഹത്വമായ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം തിരുവചന ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ശ്രദ്ധാപൂർവം നമുക്ക് ആ വചനം ശ്രവിക്കാം. തൻ്റെ ഏകപുത്രൻ വഴി ആമേൻ നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ആമേൻ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 സ്വപുത്രനെ പാപപരിഹാര ബലിക്കായി നമുക്ക് പകരമായി അവനെ വിട്ടുകൊടുത്തു. അതാണ് ദൈവത്തിന് സ്നേഹം. നാം വായിച്ചു കേട്ടു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, പിന്നെയോ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി എന്നതിലാണ് സ്നേഹം. ഹല്ലേലൂയ. 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 ഈ ദൈവസ്നേഹം വാക്കുകൾ കൊണ്ടോ എത്ര പാടി പുകഴ്ത്തിയാലും മതിവരാത്ത ഈ കർത്തൃസ്നേഹം, ഈ യേശുവിനെ, ഈ ദൈവത്തെ, നമുക്ക് ഈ സ്നേഹനിധിയെ നമുക്ക് ആരാധിക്കാം ഈ കീർത്തനഗാനത്തോടൊപ്പം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം, ആ സ്നേഹത്തെ നമുക്ക് വർണ്ണിക്കാം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. എന്തു നൽകും പകരമായി, തുല്യമായി ഒന്നുമില്ല
നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. പാടാം നന്ദിയോടെ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ. മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവത്തിന്റെ പ്രിയജനമേ, നമുക്ക് വേണ്ടി പകരക്കാരനായി കാൽവരിയിൽ തകർക്കപ്പെട്ടവൻ യേശു. ആ യേശുവിനെയാണ് നാം ആരാധിക്കേണ്ടത്. ആ സ്നേഹത്തെയാണ് നാം വർണ്ണിക്കേണ്ടത്. ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കാം. മുൾക്കിരീടവും ആടിപ്പിണറേറ്റതും എങ്ങനെ മറക്കും നാഥനെ. സ്വന്ത ജീവനെയും ദൈവ കുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. മുൾക്കിരീടവും ആടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനെ. സ്നേഹമേ സ്വന്തം ജീവനെയും ദൈവ കുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. എന്തു നൽകും എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനേ. എന്തു നൽകും എന്തു നൽകും പകരമായി യേശുവേ. തുല്യമായി ഒന്നുമില്ല നാഥനേ. നന്ദിയോടെ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. പാടാം നന്ദിയോടെ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ 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 സ്വർഗം കാട്ടിയ അത്ഭുതമേ. മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. പാടാം ഞങ്ങളോടൊപ്പം. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ. യേശുവിൻ സ്നേഹമേ. മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. പാടാം എന്തു നൽകും എന്തു നൽകും പകരമായി യേശുവേ. തുല്യമായി
നൽകും എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. ഒരിക്കൽ കൂടി പാടാം. നന്ദിയോടെ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ യേശുവേ. സ്നേഹമേ ഹല്ലേലൂയ. We praise you, we worship you. Oh, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് സഭയിലും വിശ്വാസികളുടെ ഇടയിലും എല്ലാ ദേശങ്ങളിലും എല്ലാ ജാതി മത വർണ്ണഭേദ്യമില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ നിറഞ്ഞു കവിയുവാൻ, അത് സഭയിൽ, ആഗോള സഭയിൽ, ലോകം മുഴുവനും കത്തിപ്പടരുവാൻ, എല്ലാ ജാതികളും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെടുവാൻ ഇതാ ആഹ്വാനം ചെയ്യുന്ന കാലഘട്ടം. അതിനാൽ നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകമുള്ളവരായി തീരണം. അഭിഷേകമുള്ളവരായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം തിരുവചന ഭാഗം വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണമേ. നമ്മൾ വെറുതെ കേട്ടുപോകരുത്. ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കാം. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആമേൻ, ആമേൻ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്കും ദർശനങ്ങളുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഈ അഭിഷേകം, ഈ കൃപ നമുക്ക് സ്വന്തമാക്കാം. ഇത് നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നമുക്കത് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവില്ലാതെ എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കും? എങ്ങനെ വിശ്വാസ ജീവിതം നയിക്കാൻ പറ്റും? അതിനാൽ ദൈവത്തിന്റെ പ്രിയ പൈതലേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടുവാൻ, ഈ അഭിഷേകം സ്വന്തമാക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളോടൊപ്പം ഈ കീർത്തന ഗാനം വിശ്വാസത്തോടെ ചേർന്ന് പാടി ആനന്ദിക്കുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക.
ഈ പുത്തൻ അഭിഷേകം, ഈ അന്ത്യകാല അഭിഷേകം നിന്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെയും ജീവിതത്തിലേക്ക് പ്രകാശശക്തിയായി പരിശുദ്ധാത്മാവ് വന്ന് നിറയും. ഈ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാം, ഈ അഭിഷേകം നമുക്ക് പ്രാപിക്കാം. നമുക്ക് ചേർന്ന് പാടാം. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവാൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, അസ്ഥിയുടെ താഴ്വരയിൽ ദൈവത്തിന്റെ ശക്തി ചലിച്ച പരിശുദ്ധാത്മാവേ, ഇന്ന് തകർന്നു കിടക്കുന്ന ഓരോ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവേ നീ ഉയർത്തണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ചേർന്ന് പാടാം. ഓ ഹല്ലേലൂയ. യേശുവേ, അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ആമേൻ. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ചേർന്ന് പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം കർമ്മലയിലെ പ്രാർത്ഥനയിൽ ലഭിച്ചതുപോലെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പാടി ആരാധിക്കുന്ന എല്ലാവരിലേക്കും അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ആമേൻ. ഓ യേശുവേ,
കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, ഒരു കൈമേഘം ഞാൻ കാണുന്നു. യേശുവേ, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. അതുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ. പാടിക്കേ, അഗ്നിനാവായി പതിയണമേ. ആഗ്രഹത്തോടെ കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. അഭിഷേകം പ്രാപിക്കാനായി തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, സീനാ മാമലയിൽ ഉയർന്നു വന്ന ദൈവിക തേജസ്, ഈ അഭിഷേകം ഈ കാലയളവിൽ എല്ലാ ജീവിതങ്ങളിലേക്കും പകരണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ ഞങ്ങളോടൊപ്പം ദൈവത്തിന് ജനമേ, മകനെ മകളെ, നീ തളർന്നു പോകാതെ വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ഈ അഭിഷേകം, ഈ പുത്തൻ അഭിഷേകം നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ നിറയപ്പെടും. വിശ്വാസത്തോടെ പാടാം. എല്ലാവരും ചേർന്ന് പാടുന്നു. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. പാടാം. സീനായ് മലമുകളിൽ യേശുവിന്റെ ശക്തി, ഒരു തീജ്വാല ഞാൻ കാണുന്നു. ദൈവ സാന്നിധ്യം, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. ആഗ്രഹത്തോടെ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. പാടിക്കേ, തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ഒരിക്കൽ കൂടി തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, 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 യേശുവേ. ഹല്ലേലൂയ. പാടി ആരാധിക്കട്ടെ എല്ലാവരും ചേർന്ന്. ഹല്ലേലൂയ, 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 യേശുവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേകമായി നിറയണമേ. ഹല്ലേലൂയ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശേണമേ. ആത്മനദിയായി ഒഴുകിയിടണേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ദൈവത്തിന്റെ പ്രിയജനമേ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈ അഭിഷേകം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും.
വിശ്വാസത്തോടെ ഈ ഷാലോം ടെലിവിഷനോടെ ഈ ശുശ്രൂഷ ശ്രമിക്കുന്ന എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഒന്ന് പാടി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ഒരു പുത്തൻ അഭിഷേകം എന്നിൽ നിറയ്ക്കണമേ, എന്നിൽ നിറയ്ക്കണമേ എന്ന് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം വചനം 8 നാം കാണുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവാകുന്ന ശക്തി, ഇതാണ് നാം ഓരോരുത്തരും പ്രാപിക്കേണ്ടത്. ഈ അഭിഷേകം പ്രാപിക്കുവാൻ ഇന്ന് ഈ ആരാധനയോടൊപ്പം ചേർന്ന് സംബന്ധിച്ച ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും, ജീവിതങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതുക്കി പണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടവും നീർച്ചാലുമായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.